ഒരാള് രാത്രി കിടന്നല്ലോ നാലാടി ചേച്ചി നീ എന്നെ പറയുന്നത് എത്ര മയ്യ കയറി കിടന്നു ഞാൻ എന്നിട്ട് വന്ന് കൊടുത്തിട്ട് ആദ്യം കഴിഞ്ഞിട്ട് പോകാൻ മതി ഇപ്പൊ മോനെ മറക്കില്ല ഈ താടിയപ്പോ വേണ്ട മാമയായിട്ട് വിരിച്ചിടാതി മോനെ മാമമ്മ കരയുന്നു. എടി 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 മാമമ്മ കരയ വന്നു. നീ രാത്രി എന്തിനാണ് എന്നാ കൂട്ടുകിടി കൂട്ടുകിടി. പക്ഷെ അരി പൊടിച്ച് നമുക്ക് അരി പിന്നെ വറുത്ത് പൊടിച്ചാലോ. പൊട്ടിക്കണ്ടേ ശരിയാക്കോ? എനിക്ക് അരിപ്പൊടി വേണം. ഇന്നലെ പ്രവീണന്റെ കൂട്ടുകാരൻ മലയ്ക്ക് പോയിട്ട് ഒരു പ്രസാദം കൊണ്ടുവന്ന് കഴിച്ചായിരുന്നു. എന്നാ ടേസ്റ്റാ അത്. അല്ല ഇതൊന്നും എനിക്കറിയത്തില്ല. അവര് ഒരു രക്ഷയില്ല. തേങ്ങാക്കൊത്താ കടിക്കുന്ന മൊത്തം അതിനകത്ത്. പിന്നെ അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി വേറൊന്നുമില്ല. മതി. പിന്നെ മതിടി. ആൾക്കാർ കൊടുത്തുണ്ടോ? അയ്യോ 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 അയ്യോ. ഇതിപ്പോ ക്ഷീണം മാറ്റിട്ട് പോവാ അല്ലെങ്കിൽ ക്ഷീണം മാറ്റിട്ട് പോകുന്നുള്ളൂ. വണ്ടി ഇങ്ങോട്ട് പറ. അല്ലാതെ ഒന്ന് നടന്നു പോക്ക് നടക്കുക. ബസ്സിലൊക്കെ എന്നെ പാടുപെട്ടാ കയറുന്ന അറിയോ? ഫോട്ടോ കൊണ്ടുവരാൻ പറ. അങ്ങനെ കൊണ്ടുവിടുവോ അതിന്? താഴെ വരെ അവളൊന്ന് കൊണ്ടുവിട്ടേക്കാവോ? കൊണ്ടടി വേണ്ടേ അപ്പം ഇരിക്കുന്നു. ഒരെണ്ണം കൂടെ എടുക്കുന്ന അമ്മ അപ്പം ഷൂട്ട് എടുക്കട്ടെ. മോനെ പാട്ട് നിർത്തിക്കേ. പറഞ്ഞിട്ടുണ്ടോ പാട്ടി പോക്കല്ലെന്ന്? ഞാൻ കത്തി കൊണ്ട് കത്തി മതി. കുട്ടപ്പായി വീട്ടിൽ പോവാൻ അവന് പഠിക്കാൻ പോണ്ടേ? പൊടിമറ്റത്ത് ആരൊക്കെ ഉണ്ട്? പൊടിമറ്റത്ത് എല്ലാ മനുഷ്യരുണ്ട്. എടി നിന്റെ ഫോൺ എടുത്തോ? പിന്നെ പ്രസാദം എടുത്തോ? ആരാണി പോവല്ലേ? സമയം എത്രയായി? ആ എന്നാ കേട്ടോ. ആ എടി നാരായണി അതെന്നാ എടുത്ത് അപ്പുറത്തോട് മാറ്റിക്കേ. വല പൊക്കി മാറ്റണേ. ശ്യാമളമ്മ അത് ഓഫാക്കിയിട്ട് വാ.
നാരായണി കഴിച്ചില്ലേ പോയി അപ്പേ നീ കഴിക്കണ്ട നീ ആർക്കേ കൊടുക്കണ്ടേ അത് ചോദിച്ചു അമ്മ പറഞ്ഞില്ല. അമ്മയ്ക്ക് വന്നേ അമ്മ അപ്പം കൂടെ അപ്പം ഇത് നോക്കുന്നുണ്ടാവും. സ്കൂളിറങ്ങി വിട്ടാക്കാം കേട്ടോ. ആ മുഖം ഇരിക്കുന്നുണ്ടോ അല്ലേ? ഈ പ്രാവശ്യം പുള്ളിക്കാരിയാ ഞങ്ങളുടെ അടുത്ത് സ്കൂളടുത്ത പാലെടുക്കണ നാരായണി പാല് കൊട എടുത്തോ അല്ല അവള് സാരമില്ല നനയോ അവള് അന്തസ്സായിട്ട് പൊക്കോ പൊക്കോ എവിടെ നടക്കറിയാം അലമാരിക്കകത്ത് ഞാനിക്കുട്ടി 16-ാം തീയതിയിലെ പരീക്ഷയ്ക്കെല്ലാം അറിയാമോ? ഞാൻ വന്ന് എഴുതണോ? മാവ് എടുത്തായിരുന്നോ? ഉപ്പിട്ടിട്ടില്ലേ? ഓ പിന്നെ അവിടെ ചെന്നിട്ട് പിള്ളേരെ സ്കൂളിൽ വിടണം, എല്ലാം ചെയ്യണം. അമ്പളി ചേച്ചി ഓഫീസിൽ വിടണം. അത് ശരിയാ, വയ്യ. ബസ് പറ്റില്ല, വണ്ടി വേണം. ടാറ്റ. വൈകുന്നേരം വരെ വിളിക്കും. ടാറ്റ. ഇല്ല അമ്മായി നെടുമാർത്ത് വിട്ടു. എന്താ ഞാൻ അപ്പം കറി ഉണ്ടാക്കട്ടെ. കറി കറി കറിക്കോ. ശാംഭവിയെ കണ്ടേ ഇല്ലല്ലോ. കേറിയാ മതി, 2 കൈയും പിടിച്ച് പതിയെ ഒന്ന് കേറിക്കേ. 2 കൈയും പിടിച്ചു. ആ പിന്നെ ശബരിമല കയറാൻ പറ്റിയ ആൾക്കാണ് ഞങ്ങളെ. പേടിയാണോ? അകത്തോട്ടാ. ഇച്ചയൊന്നും വിടുന്നില്ല. ഒരു ദിവസം ഇച്ച തന്നെയല്ലേ, ഇച്ചയൊന്നും പോകുന്നുമില്ല, ഉച്ചയെ ഇടത്തും വിടുന്നുമില്ല. അത് മതി, അത് മതി. അയ്യോ അത് കരിക്കല്ലേ, പൊടിക്കാണല്ലോ. അപ്പം അല്ല എന്നിട്ട് പഠിച്ചാൽ മതിയോന്ന്. ശാംഭവി എവിടാന്ന് അറിയത്തില്ല. ശാംഭവിയെ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല ഈ ബഹളത്തിനിടയിൽ. സുന്ദരി മോനെ എന്തോ പണിയാണല്ലോ എന്റെ സുന്ദരിക്കുട്ടൻ. ആ ബുക്ക് അവൻ കൊണ്ടുപോയി. അവന്റെ ബുക്കായിരുന്നത്. മോന് വേറെ മേടിച്ചുതരാം അത് കൂട്ട് കേട്ടോ. നീ നോക്കട്ടെ, അമ്മ ഇന്ന് വേറെ കാണാൻ മേടിച്ചുതരാം കുഞ്ഞിനെ കേട്ടോ. അപ്പൊ കളർ അടിക്കുമല്ലോ എൻ്റെ കൊച്ച് അല്ലേ? ഓക്കെ മേടിച്ചുതരാം. പെൻസിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നോക്കാം. കുളിക്കണ്ടേ കൊച്ചിന്? അമ്മ ഇപ്പം തരാം. അരി വറുത്ത് പൊടിച്ചത്
പോയാലും കടക്കാർ പറ കാശുണ്ടാക്കും. ഇപ്പൊ കിട്ടും പാത്രം എടുത്ത് വാ. എല്ലാരും പോയി എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ഈ ശ്യാമളയ്ക്ക് എങ്ങാണ്ട് ടൂറ് പോകണം. ടൂറ് പോകണമെന്ന് കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഉഗ്രം പ്രശ്നം ഉണ്ടായിട്ട് ആഹാരം ഒന്നും കഴിക്കാതെ കയറി ആഹാരം എല്ലാം കഴിക്കാതെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ ചെന്ന് വിളിച്ചാ വരുന്നതാ, ഞാൻ വിളിച്ചിട്ടും വരുന്നില്ല. ഞാൻ ചെന്ന് വിളിച്ചിട്ടും വരുന്നില്ല. അവിടുന്ന് കുറെ കഴിഞ്ഞ് എനിക്ക് വലിയ വിഷമമായി. ശ്യാമള കയറി ശിവന്റെ മുറി ഉണ്ടല്ലോ, ശിവന്റെ മുറി കയറി ഞാൻ കിടന്നു. അപ്പൊ അമ്മ എന്നെ ചൊറിഞ്ഞു വിടാൻ മോനെ ചെന്ന് വിളിച്ചോ. ഞാൻ വേണ്ട ചെയ്യും, ഞാൻ കഴിക്കുന്നില്ല. ഈ ടൂറിന് വിടാൻ ഒരുങ്ങാതെ കഴിക്കത്തില്ല. അമ്മ എന്തേലും ചെയ്യാമ്മ വിടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് അലിയുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ കഴിച്ചു. അവിടുന്ന് ഞാനും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ശ്യാമള വെളിയിലിറങ്ങുന്ന മൂത്രം ഒഴിക്കാൻ. വെളിയിലോട്ട് ഇറങ്ങുന്നുടനെ ഞാൻ കണ്ടു. ഞാൻ ചാടി ഇറങ്ങി പുറകെ തിണ്ണെ നിൽക്കുക. ഞാൻ ശ്യാമള ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ഞാൻ തിണ്ണെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്യാമള എഴുതി അങ്ങോട്ട് ഇറങ്ങി നമ്മുടെ കരിഞ്ഞിട്ട് വഴിയോടെ പുറകിലോട്ട് പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നു. വരുവാ ഇങ്ങോട്ട്. ശ്യാമള ഇങ്ങോട്ട് കയറി വരാൻ ഒരുങ്ങുകയും നമ്മുടെ സാധാരണ വെള്ളം അടിച്ചു പോയി അപ്പത്ത് കടത്തടി പിന്നെ കിടക്കുക. എന്നുവെച്ച് കഥവ് തുറന്നല്ലോ. അത് തുറക്കുന്ന കണ്ടോണ്ട് ആ കടയിൽ പിന്നെ എഴുന്നേക്കുന്നതും തുണി പറിച്ച് തലവഴങ്കാലം പുതയ്ക്കുന്നതും ഒക്കെ ഞാൻ കണ്ടോണ്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. സാധാരണ അല്ല ആര് പറഞ്ഞു? ഞാനാ കണ്ടോണ്ട് കണ്ടത്. ശ്യാമള അറിയുന്നില്ല ഞാൻ കണ്ടത്. ഞാൻ കണ്ടോണ്ട് നിൽക്കുക. അപ്പൊ എന്റെ സാധനം ഇങ്ങനെ പുറച്ച് മൂടി ഇങ്ങോട്ട് ശ്യാമ നോക്കുമ്പോ ഒരു പ്രേതം വരുന്നു. എന്റെ പൊന്നെ ഒരൊറ്റ അലറ് ഒരൊറ്റ ഓട്ട് ഓടിച്ചത് കട്ടിന്റെ കീഴെ ചുമ്മാ കാലം പറയുന്നത്. എന്നിട്ടുണ്ടല്ലോ ശ്യാമയുടെ തലയൊന്ന് കട്ടിലടിച്ച ഞാനല്ല കട്ടിലെ ചെന്ന് തലയടിച്ച അപ്പോഴത്തേക്കും ഞാൻ ചെന്ന് നോക്കാൻ. അപ്പൊ അമ്മയും നിർമ്മലയല്ല ഞാൻ പറഞ്ഞ അമ്മ സാധാരണ അടുത്ത് എന്തോ സാധാരണ. അപ്പൊ സാധനം എഴുന്നേക്കുന്നതും തലയും കൂടി ഇടുന്നതും എല്ലാം ഞാൻ കണ്ടോണ്ട് ഇരിക്കുമ്പോഴാണ് സാധനം ഇങ്ങോട്ട് വരുന്നത്. അല്ല ഓർമ്മയില്ലേ? ഞാനെന്തിനാ കാരണം കൊള്ളാം. ഞാനല്ല കയറി അയ്യാടി മോളെ നിർമ്മലയാണ്. നിർമ്മലക്കൊണ്ടിയാ പറയുന്നത്. അതൊക്കെ മനസ്സിരിക്കുന്നു. ഞാൻ വേർത്തില്ല. അയ്യടി മോളെ ഇച്ചേ കല്യാണം കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്ത് ആനന്ദ തിയേറ്റർ ഉണ്ടായിരുന്നല്ലോ. ആനന്ദാണോ? അവിടെ ചെന്നിട്ട് ഇച്ച ഇരിക്കുക. പൊടിയാവനെ ഇപ്പുറത്തേക്ക് ഇച്ച ഇപ്പുറത്തേക്ക് ആവണേ. അതൊക്കെ കയറിയപ്പോ നല്ല ഇതല്ലേ ഇച്ച ഇതൊക്കെ ഇരിക്കുക. ചുമ്മാ പറയുന്ന സിനിമ കാണാൻ കേറിയിട്ട് ഈ മടങ്ങുന്ന കസേരയല്ലേ. അപ്പൊ ഇവിടെ ഒന്ന് എല്ലാരോടും പറയുന്ന അതിനൊരാളെയും കൊണ്ട് സിനിമയ്ക്ക് പോയി. അതിനകത്ത് ആദ്യം കേറി ഇങ്ങനെ മണം പിടിക്കുക. അവിടെ ഭയങ്കര മണമൊക്കെ വെറും കള്ളത്തരം തന്നെ പറയുന്നത്. അങ്ങോട്ട് കയറിയിട്ട് സീറ്റേ പോയി എനിക്കെന്തോ നാണക്കേടായി പോയെന്നറിയാം. ഇങ്ങനെ ഒന്നിരിക്കും, പിന്നെ എഴുന്നേറ്റ് കസേര ഇങ്ങോട്ട് വലിച്ചു പിന്നെ ഇങ്ങനെ ഒന്നിരിക്കും. ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞോണ്ട് എല്ലാരെയും വന്ന് കളിയാക്കി പറയും. പിന്നെ അറിഞ്ഞാൽ ഇപ്പം കട്ടിന് കീഴേ കയറിയതും പ്രശ്നം എല്ലാരും കൂടി ഓടി ചെന്നതും അമ്മ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാരും അത് കഴിഞ്ഞിട്ട് കുന്നേലിലെ സ്കൂളിന്റെ അവിടെ ഭയങ്കര പരിപാടി. അപ്പൊ ഞാൻ കുഞ്ഞിനെ കൊണ്ട് കിടക്കുന്നോണ്ട് ശ്യാമള പോയില്ല. ശ്യാമള പോകാതെ എന്താ വെച്ചാൽ നേരം എഴുന്നേക്കുമ്പോ ശ്യാമള കിടന്നിട്ട് കുറച്ച് വെള്ളം അത് കേൾക്കാൻ കുഞ്ഞു മാത്രം കഴിച്ചതാ. ഓ അരുന്ധതി അല്ല അമ്മളി. അപ്പൊ അവങ്ങ് കിടന്നുള്ള ആയിരുന്നല്ലോ. അപ്പൊ മൂത്രം ഞാൻ ചോദിച്ചു ഇതന്നെ ശ്യാമള മൂത്രം ഒഴിച്ചോ? ഞാൻ ചുമ്മാ അയച്ചു ഒന്നും ശ്യാമള അറിയിച്ചേ. ഓ കഴിച്ചൊന്നുമില്ല. അത് സ്നേഹം ഞങ്ങളൊന്നും കഴിച്ചു തന്നിട്ടില്ല ഒന്നുമല്ലേ. അപ്പൊ അത് ചിരിച്ചോണ്ടാ പറയുന്നേ. അത് ഇച്ചയാ മൂത്രം ഒഴിച്ച് എന്നറിയാം. അത് കഴിഞ്ഞു
ആടിന്റെ സിനിമയ്ക്ക് പോയ കഥ എന്നാന്നറിയാം. എല്ലാവരും ആ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോയി. ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളു. ഏതാണ്ട് ഇങ്ങനെ കാറിച്ച് കേൾക്കാം, കരളുന്നു. അന്നേന്റെ ഈ ആനമർദ്ദം ഇറങ്ങിയ സമയം. ആനമർദ്ദം ഇറങ്ങി അല്ലെല്ലാം അമറി പോവായിരുന്നല്ലോ എല്ലാരും. നമ്മുടെ ആ മേളിൽ നിന്നാ വരുന്നത്, മേളത്തറോടെ. ആദ്യം ഒരമറിട്ട് അടുത്ത് ഉള്ള നടന്ന സംഭവം ഞാൻ കേട്ടിട്ടില്ല. അല്ല ചോറ്റിക്കാരേ അങ്ങോട്ട് പോകുമ്പോ നിർമ്മലാരത്തിന്റെ അവിടെ ഇരിക്കുന്ന വലിയ വീട് അവിടെ കിടത്തി ഉറക്കിയല്ലായിരുന്നു, നിഴലായിരുന്നു ആനയുടെ തല്ലി വരുന്നത്. തല്ലി മൂത്തിട്ട് അവസാനം അവര് വലിയ ഫോമായിട്ട് നടത്തിയിട്ടാ അവിടെ നിന്നും. എന്നിട്ട് ഞങ്ങള് നോക്കുമ്പോ ഉണ്ടല്ലോ, ഈ ഗിരീഷില്ലേ ഞങ്ങള് നോക്കുമ്പോ എന്തോ അപ്പൊ വിചാരം എന്നാന്നറിയോ, വല്ല കൊള്ള വരുവോ വല്ല ഈ പ്രേതങ്ങളോ എന്തേലും ആയിരിക്കുന്നു. ഈ ആടിങ്ങനെ നമ്മളെ കട്ടിന്റെ ഇവിടെ നിന്ന് പല്ലുകൊണ്ട് ഒരു പൊട്ടനാടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കി അവിടുന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ സൗണ്ട് കേൾക്കുന്നു. വല്ല ചാടി ഇറങ്ങും വലിയൊരു ഉളക്കെ എടുത്തോണ്ട് അമ്മാവനെ പെരക്ക് ചുറ്റും ഇങ്ങനെ പിടിച്ചോണ്ട്, ഒരു തമാശ അല്ലേ, ഇങ്ങനെ പിടിച്ചോണ്ട് ഇതിനെ അടിക്കാനായിട്ട് ഇങ്ങനെ. പിന്നെയും പെരക്കകത്ത് വരുമ്പോഴേ കേൾക്കുന്നുള്ളൂ, പിന്നെ ഇല്ല. പിന്നെ നോക്കുമ്പോ എന്താ ഈ പൊട്ടനാട് ഇതന്നെ. ഞാൻ വന്ന ആ ഇടയ്ക്കാതെ പണ്ടൊക്കെ ആന മറിഞ്ഞതൊക്കെ അല്ലേ. പിന്നെ അതല്ലേ അച്ഛൻ പോയിട്ട് അച്ഛനെ മാടൻ തല്ലിയ ഉണ്ടൻ തല്ലിയാന്ന് പറയുന്നത്. അന്നത്തെ ഈ അറ്റാക്കിന് മാടൻ തല്ലിയെന്നാ പറയുന്നത്. മറ്റേ അക്കംപുറം എന്തോ തല്ലിയതുപോലുള്ള ഇതായിരുന്നു, അക്കംപുറമായിട്ട് അങ്ങനെ. പക്ഷെ എന്നാന്നറിയ സംഭവം ഇതായിരുന്നു. അതിലെ മൊത്തം സാമ്പിള കുഞ്ഞിലേയും ഭയങ്കര രസമാ. കൊട കൊണ്ടുപോയിരുന്നില്ലായിരുന്നെങ്കിലോ? ആ, കൊട കൊണ്ടുപോകാതെ ചേച്ചി പോവല്ലായിരുന്നു. അയ്യോ എന്റെ കാലം പിന്നെ കൈ കണ്ടില്ല, കൈ കണ്ടോടി, കണ്ടോ? രാവിലെ മറ്റേ ഇത് രാവിലത്തെ ഇതിന്റെയാ ഇപ്പൊ കൈ നോട്ടിയാണോ? രാവിലെ വെച്ചാ പോയതാന്നേ. കെട്ടി വെച്ചപ്പോ കെട്ടിൽ അഴിച്ചപ്പോ ഒരു ബാൻഡേഡെന്ന് പറഞ്ഞ വിടാൻ മറന്നുപോയി. ആ കണ്ടോ, ആ മടി എന്തിയേ, ഇങ്ങനെയാണോ കുട മടക്കുന്നേ? ആ കൈ വേദനിക്കുന്നു. ആ ഹാ 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 ഹാ. ഇതെന്തോ ഇത് നിനക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നാണോ പറയുന്നത്? സ്കൂളിൽ നിന്ന് തന്നല്ലേ അവർ ചെക്ക് ചെയ്തിട്ട് നിനക്ക് പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞോ, അതോ നിനക്ക് പ്രശ്നമുണ്ടെന്ന് നീ അങ്ങോട്ട് പറഞ്ഞോ? അക്ഷരം വായിപ്പിച്ചപ്പോൾ നീ വായിച്ചോ? സത്യം പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ലാസ്റ്റത്തെ 2 വരി അതിനാണ് ഈ കണ്ണാടി തന്നെ. കണ്ണാടിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊക്കെ ശരിക്കും നോക്കി ചെക്ക് ചെയ്തിട്ട് വേണ്ടേ ഫ്രീ ആയിട്ട് തരുന്ന കണ്ണാടി. ആൾക്കാർ വന്നേ അങ്ങനെയൊന്നും പോരാ, അതിനുള്ള പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ. കണ്ണാടി ഫ്രീ ആയിട്ടല്ല കിട്ടിയോ? കണ്ണാടി വെക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ നല്ലതല്ല. എനിക്ക് എന്താ ദൈവമേ, എനിക്കറിയില്ല. പൊക്കോണീറ്റ് കണ്ണാടിയൊന്നും വെക്കണ്ട, അവിടെ പ്രശ്നമൊന്നും എൻ്റെ കൊച്ചിനില്ല. നോക്കണ്ട വിട്ടോ ഞാൻ. ഇത് പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ, കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു കണ്ണാടി വെക്കാനുള്ള ഇഷ്ടം കൊണ്ട്. അമ്മയുടെ സ്വഭാവമല്ലേ എനിക്ക്? അതങ്ങനെ എൻ്റെ സ്വഭാവമല്ലേ ഇതിനൊക്കെ? പിന്നെ ഈ പന്ന സ്വഭാവം എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവോ? പന്ന സ്വഭാവം ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്നെ കാണുന്ന നമുക്കല്ലേ അറിയൂ. ആൾക്കാർ അപ്പയുടെ സ്വഭാവം നല്ലതാണല്ലോ അല്ലേ? അപ്പയുടെ ഇതെല്ലാം കണക്ക്. എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, എത്രയില്ല? 70 കിട്ടുമോ? എഴുതി നിനക്കറിയാൻ പറ്റുമല്ലോ എത്ര എഴുതാൻ കിട്ടുമെന്ന്. 65 60 അതിൽ കുറയത്തില്ല, അതിൽ കുറഞ്ഞിട്ടാണ് ഇടി തരും ഞാൻ.
ബൈ അമ്മ അയ്യോ ആ വരണേന്നോ ആ ഞാൻ പിന്നെ വരാതെ എവിടെ പോനാ വേറെ ഒരു സ്ഥലം ഉണ്ടോ അമ്മ പോവാ അമ്മ കടയില് ഓളോ സാരിയെല്ലാം കാണുമല്ലോ ഇവിടെ പിടിച്ചോളാം അമ്മ തിന്നില്ല. വേണ്ട കയറുന്നില്ല വേണ്ട വേണ്ട കണ്ടതാണ് ഇതിലെ നിരപ്പേ നടന്നാ വേറെ ഇവിടെ ഒരു കുളമുള്ള കണ്ടായിരുന്നോ? ഇത് ഒച്ച വെക്കട്ടെ ആ ഉണക്കാലത്ത് വെള്ളം എടുക്കാവുന്നു അല്ലേ അഴുക്കൊന്നും വെള്ളം അഴുക്കൊന്നും ആകത്തില്ല. പിന്നെ ആരും നോക്കിയില്ലെന്ന് തോന്നുന്നു. ഒരു കറിക്കുള്ളതുണ്ട്. വലിയൊരു തോരന് ഇതാണ് മഴത്തണ്ട് മറ്റേ കൂണ് ഇവിടെ കഴിക്കത്തില്ലേ ചെറുതോ? ചെറുത് വർഷത്തിൽ ഒന്നൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത്രേ ഉള്ളൂ അത് ഒരു പ്രാവശ്യം ഉണ്ടായി, ഈ പ്രാവശ്യം ഉണ്ടായി, പറിച്ചായിരുന്നു. ഇത് ഇതുണ്ടായി ഇവിടെ ഇവിടെ ഇനി നാളെയും ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ഇത് മിക്കവാറും ഉണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ കുറേ പറിച്ചതാണ്. ഒറ്റയെണ്ണം മതിയല്ലോ ഉള്ളി എല്ലാം കിട്ടിയാൽ തോരനാണ് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നല്ലോ. ഉണ്ടായത് എനിക്കറിയില്ല അത് രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞുണ്ടായതാണ്. ഇനി ഇവിടെ എവിടെയെങ്കിലും കാണും എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ കാണും പെരുകുന്ന പെരുകുന്ന ഉണ്ട്. ഇവിടെ ഉണ്ടായതാ അതെല്ലാം. ഇവിടെ കുറേ നാളായിട്ടുണ്ട് ഈ സാധനം. ഉണ്ട് അത് കാലിൻ്റെ വേന പോട്ടെന്നേ, കുറച്ച് നടക്കണം കാലിൻ്റെ വേന പോകണമെങ്കിൽ. അല്ലെങ്കിൽ അങ്ങനെ വെച്ചോണ്ടിരുന്ന വേന പോകത്തില്ല. അങ്ങനെ ഇരിക്കും. ഇതുണ്ടോ? അവിടെ വെക്ക്. എന്നതിൽ പിടിക്കും? നിലത്ത് വെക്ക. എടാ പിടിക്കേ ഉണ്ടോ? ഈ ഇത്രയും കനമുള്ളൂ. ഇതിനാണോ ഷാമ്പു വരെ പൊക്കൂല അത്? ഷാമ്പു ഒന്ന് എടുത്ത് കാണിച്ചോടി. ഇരിക്കാൻ കൊണ്ടുവന്നാണ് ചുമ്മാ ഇതിനകത്ത് ഇടാനായിട്ട് പിടിച്ചു കരയുന്നുണ്ടോ? ഓരോ പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കരച്ചില്ല. പിന്നെ എന്നാ ചെയ്യുന്നു? വയ്യാത്തത് കൊണ്ടാണോ ഈ തേക്ക്? ആരാ വയ്യാത്തെ? പറ്റത്തില്ല മോനെ കാലിനുള്ള ബുദ്ധിമുട്ട് എനിക്കണ്ട ഇവിടെ തന്നെയല്ലേ വലിയൊരു പരുവ് അറിയോ? അത് വരും. ചോദിച്ചു നോക്ക് പരുവാണോ എന്നാന്ന് ആർക്കറിയാം. നോയമ്പെടുക്കുമ്പോൾ നല്ലപോലെ നോയമ്പെടുക്കണം. പിന്നെ പോയി ഇത്ര ദിവസമായെന്നറിയോ? ചുമ്മാ കിടന്ന് കരച്ചില്ല. ഷാംപോയി ഷാംപൂവിനെ നാരായണയും കാണാനില്ല. ടിൻ 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 ടിൻ. അയ്യോ ഞാനത് പറിക്കാൻ മറന്നുപോയി. ഇന്നലെ കണ്ടായിരുന്നു ഞാൻ. ഇന്നലത്തെ ഒന്നും അല്ല ഇത്, ഇന്നത്തെ. ഉണ്ടായിരുന്നു ഈ സെയിം എവിടെ? അവിടെ എന്നിട്ട് നീ കളഞ്ഞല്ലേ? മിടുക്കിയാടി നീ. കോഴിയുടെ പുറകെ കിടന്ന് ഓടുവായി. കുറച്ച് കഴിഞ്ഞുണ്ടാക്കാം. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്താണ് അത്? ചേമയാ. കടയിൽ പോയിട്ട് വന്നോ? എവിടെയാ? അപ്പൊ ആരാ വന്നേ? ജിയ. സംസാരിക്കാൻ പറഞ്ഞ കേട്ടില്ലേ? ഹലോ റൂമിൽ വന്നോ ചോദിച്ചേ? റൂമിൽ വന്നോ ചോദിച്ചേ? റൂമിൽ വന്നോ? എവിടെയാ? റൂമിൽ വന്നോ ചോദിച്ചപ്പോ എവിടെയാ? റൂമില്. എന്നാ നീ കുട കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നോ? നനഞ്ഞു വരത്തില്ലേ? അത് മറ്റേ സാധനം ഉണ്ടല്ലോ. പിന്നെ എന്നാ ജയയുടെ കൈ മുറിഞ്ഞു. എന്നെ പൊരുത്തമല്ലേ നമ്മൾ? എൻ്റെ കൈ മുറിഞ്ഞു. കണ്ടോ എൻ്റെ കൈ മുറിഞ്ഞത്? ഇത് അത് നല്ല വേദനയാ. ചെത്തി അങ്ങ് പോയി, തൊലി അങ്ങ് പോയി എൻ്റെ. ജയക്ക് എന്ത് പരിചയക്കാരെന്നറിയാം മുണ്ടക്കയത്ത്. അതുകൊണ്ട് സമയം പോവും. പാവും ചേച്ചാച്ചി. ഇന്നലെ ഉണ്ടായിരുന്നൊക്കെ പോയി. നിനക്കൊന്നും അതുകൊണ്ടില്ല. നേരത്തെ എടുത്തിട്ടില്ലോ. വളരെ പെട്ടെന്നാണ് ഇത് കൂട്ട് സ്പെഷ്യൽ ഐറ്റം ഒക്കെ കിട്ടുന്നതും കാര്യങ്ങൾ മാറി പറയുന്നത്. കഞ്ഞിയും കൂണും
രാവിലെ തൊട്ട് ചെറിയ ചാറ്റമഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് ശക്തി കൂടിയ ചാറ്റൽ മഴയാണ്. വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴ. എന്നാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം ആവുന്നുണ്ടെന്ന് തോന്നുന്നു.